ഹലോ ഗൈസ്, ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ. ഒടുവിൽ നമ്മുടെ സച്ചിയുടെ ആ ഒരു കള്ളത്തരമൊക്കെ വീട്ടില് പാട്ടാവുകയാണ്. വേറെ ആരുമല്ല പാട്ടാക്കിയത്, നമ്മുടെ സ്വന്തം ശ്രുതി അല്ലെ. ശ്രുതി എങ്ങനെ നമ്മുടെ സച്ചിക്കിട്ട് പണി കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നടക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ സച്ചി ശ്രുതിയുടെ മുന്നിൽ വന്ന് പെടുന്നത് അല്ലെ. സച്ചി ഓട്ടോ ഓടിക്കുന്ന കാര്യം നമ്മുടെ വീട്ടിൽ ആർക്കും, നമ്മുടെ രേവതിക്ക് പോലും ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പോഴാണ് നമ്മുടെ ശ്രുതിയും കൂട്ടുകാരെയും കൂടി ഇങ്ങനെ റോട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ സച്ചി ഓട്ടോയിൽ വരികയും ഇവർ യാദൃശ്ചികമായി അതിൽ കയറുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ സച്ചി ഒരാളിങ്ങനെ ഫോൺ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, ഇപ്പൊ എന്റെ കയ്യിൽ കാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതിക്ക് ഭയങ്കര സന്തോഷാട്ടോ. സച്ചി ഭയങ്കര ദാരിദ്ര്യത്തിലാണ്, കാറൊക്കെ വിറ്റു എന്നുള്ളത് നമ്മുടെ ശ്രുതി അറിയുന്നുണ്ട്. ഇത് വേഗം വീട്ടിൽ ചെന്നിട്ട് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ ഇത് നമ്മുടെ ചന്ദ്രമതിയോട് പറയുന്നുണ്ട്. ചന്ദ്രമതി ഇത് രവീന്ദ്രനെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പാട്ടായി. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്, അവൻ ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ, എന്തു പറ്റി എന്നുള്ള ഒരു കാര്യം കേട്ടോ. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച, നമ്മുടെ രേവതി ഇങ്ങനെ പൂക്കടയിലേക്ക് പോകും വഴി നമ്മുടെ സച്ചി അവിടെ ഓട്ടോന് പുറത്ത് നിന്ന് ഇങ്ങനെ ഓട്ടോയിൽ ചാരി ആ ഒരു യൂണിഫോം ഒക്കെ ഇട്ട് ഫോൺ ചെയ്യുകയാണ്. അപ്പോഴാണ് നമ്മുടെ രേവതി പോലും അറിയുന്നത് സച്ചി ഇപ്പൊ ഓട്ടോയാണ് ഓടിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ. നമ്മുടെ സച്ചി ഇത്രയും നാളും ഇത് എന്തിന് മറച്ചു വെച്ചു എന്നുള്ളൊരു കുറെ ചോദ്യങ്ങൾ ഇനി അവിടെ വീട്ടിൽ വെച്ച് വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പൊ സച്ചി ഇതിനെതിരെയൊക്കെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ കൂട്ടുകാരെ. അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.